ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 65-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരേറ്റം പ്രിയപ്പെട്ട സഹോദരരെ, 10-25 വർഷം മുൻപ് ഞാൻ ഇടവക വികാരിയായിരിക്കുമ്പോൾ ആ ഇടവകയിലെ ഒരു കുടുംബനാഥൻ എൻ്റെ പക്കൽ ഒരിടസമയത്ത് വന്ന് സ്വകാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. അദ്ദേഹം പങ്കുവെച്ച കാര്യങ്ങൾ അന്ന് എനിക്ക് കേട്ടപ്പോൾ ആശ്ചര്യകരമായിട്ട് തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞു, വല്ലാത്ത പൈശാചിക ഉപദ്രവമാണ് തൻ്റെ വീട്ടിലിങ്ങനെ വല്ലാത്ത രീതിയിൽ കതകിനിട്ട് ഇടിക്കുകയും തട്ടുകയും മുട്ടുകയും ജനാലയ്ക്കിട്ട് വന്ന് തട്ടുകയും ഒക്കെ ചെയ്യുന്ന ശബ്ദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു. പുറത്തുനിന്ന് ഇങ്ങനെ ആരോ പേര് വിളിക്കുന്നവർ തോന്നുന്നു. തുറക്കുമ്പോൾ ആരെയും കാണുകയല്ല. വല്ലാതെ ശക്തമായ ദുർഗന്ധം അനുഭവപ്പെടും. ഭക്ഷണം പെട്ടെന്ന് കേടായി പോകുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ വികാരിച്ചനാണ്. ഞാൻ ആ വീട്ടിൽ ചെന്നു. കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചു. ഭാര്യയും ഭർത്താവും കുറച്ച് കുഞ്ഞുങ്ങളുമാണ് അവിടെ, 2-3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. സംസാരിച്ചു. അവർക്ക് കൂടി ഞാനൊന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഒരുങ്ങി വീട് വെഞ്ചരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്ത് അച്ഛൻ്റെ കൂടെ ആ അച്ഛൻ്റെ വീട്ടിൽ പോകാൻ ആവശ്യമുണ്ടായിരുന്നു. അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ കൂടെ അവിടെ ആയിരുന്നു സംസാരിച്ചിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. ആ വീടിൻ്റെ തിണ്ണയിലുള്ള ഒരു സോഫയിലാണ് ഇരിക്കുന്നത്, ഞാനും അച്ഛനും കൂടെ. വല്ലാണ്ട് ദുർഗന്ധം വന്നിട്ട് ഞാനിങ്ങനെ ഓർത്തു, ദുർഗന്ധം വെച്ചാൽ ഒരു വയസ്സ് എന്ന എണീറ്റ് നിൽക്കാൻ മേലാത്തൊരു പട്ടി, മറിഞ്ഞു കിടക്കുന്നൊരു പട്ടി ഒരു ചണച്ചാക്കയിൽ ഇങ്ങനെ അറ്റി കിടക്കുന്നു, അവിഞ്ഞ് കിടക്കുന്നു. ആ ചണച്ചാക്കെടുത്ത് നമ്മുടെ മൂക്കയിലോട്ട് വെച്ചിട്ട് ആഞ്ഞു വലിച്ചാലുണ്ടാകുന്ന മണം എന്താണെന്നറിയാമല്ലോ, ഊഹിക്കാൻ പറ്റുമല്ലോ. അതുപോലെ ദുർഗന്ധമാണ് മറിഞ്ഞ പട്ടിയുടെ ദുർഗന്ധം വല്ലാണ്ട്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സോഫയുടെ അടിയിൽ ഇങ്ങനെ കാലുകൊണ്ട്, സന്ധ്യാസമയമാണ്, കാലുകൊണ്ട് ഇങ്ങനെ തപ്പി നോക്കാൻ തുടങ്ങി. വല്ല പട്ടി കിടക്കുന്ന വല്ല ചാക്കോ വല്ല അടി കിടപ്പുണ്ടോ, അത് തന്നെ ആയിരിക്കും മണം. പക്ഷേ അവിടെ ഒന്നും ഒരു ചണച്ചാക്കോ ഒന്നും കിടപ്പില്ല. അടിയിൽ തിണ്ണ നല്ല ക്ലിയറായിട്ട് കിടക്കുകയാണ്. പിന്നെ ഞാൻ ഓർത്ത്, ഇരിക്കുന്ന ഈ സോഫയിൽ ഒരു പക്ഷേ പട്ടി പകൽ സമയത്ത് വന്ന് കയറി കിടന്നിട്ട് വീട്ടുകാർ അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ലായിരിക്കും, അതായിരിക്കും മണം വരും. ഞാൻ ആ സോഫയുടെ വിരി ഇങ്ങനെ കൈകൊണ്ട് തോത്ത് നോക്കി, എന്നിട്ട് മണത്ത് നോക്കി. ദുർഗന്ധം ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വിരിയാണ് വിരിച്ചിരിക്കുന്നത്. ഞങ്ങൾ വരുമെന്നറിഞ്ഞുകൊണ്ട് ആ കുടുംബിനി, അവിടുത്തെ അമ്മ നല്ല വിരി തന്നെ വിരിച്ചാൽ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാനിങ്ങനെ കാലുകൊണ്ട് തപ്പിയും കൈകൊണ്ട് തൂക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ ചോദിച്ചു, ഇതെന്നാ? ഞാൻ പറഞ്ഞു, അല്ല, വല്ലാതെ മണം വരുന്ന പോലെ, ദുർഗന്ധം വരുന്ന പോലെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരിയാ, ഞാനും അത് ശ്രദ്ധിക്കായിരുന്നു, കുറച്ചേരായിട്ട് വല്ല ദുർഗന്ധം വരികയാണ്. അപ്പോൾ ആ കുടുംബത്തിലെ അമ്മച്ചി അതിലേ വന്നു. അപ്പോൾ അമ്മയോട് അച്ഛൻ ചോദിച്ചു, ഇവിടെ പട്ടി കയറി കിടക്കുന്നുണ്ടോ ഇങ്ങനെ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ, നമുക്ക് പട്ടി ഇല്ലല്ലോ ഇവിടെ, നമുക്ക് പട്ടിയില്ല, കുറേ നാളായിട്ട് പട്ടിയെ വളർത്തുന്നത്, പട്ടി ഇല്ല, നമുക്ക് ചത്തുപോയി, പിന്നെ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്ചര്യമായി. പിന്നെ ഞങ്ങളൊന്നും വേണ്ടിയില്ല, അത്ര ദുർഗന്ധം എന്താ വരുന്നത് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയിൽ അവിടെ അത്താഴം കഴിച്ചിട്ട് തിരിച്ച് പള്ളിമുറി വന്ന് കഴിഞ്ഞപ്പോൾ അന്ന് മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോണേ ഉള്ളൂ. ലാൻഡ് ഫോണിൽ ഇങ്ങനെ കോൾ വരികയാണ്. എടുത്തപ്പം ഞാനന്ന് പകൽ പോയ ആ കുടുംബനാഥനാണ്. അദ്ദേഹം ചോദിച്ചു, അച്ഛൻ എവിടെ പോയി? ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്നാ വിശേഷം? അല്ലച്ചാ, ഒരു മണിക്കൂറൊക്കെ അധികമായിട്ട് ഭയങ്കര ദുർഗന്ധമാണ് അച്ഛാ വീട്ടിൽ. അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് പോയപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഇളകിയ പോലെയാണ്, ഭയങ്കര ദുർഗന്ധം. അപ്പം എനിക്ക് പെട്ടെന്ന് കാര്യം മെസ്സേജ് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ് ഞാൻ അനുഭവിച്ചത് ദുർഗന്ധം തന്നെയാണ്. ആദ്യമായിട്ട് ഞാൻ അത്ര ഒരു പ്രത്യേകമായൊരു അനുഭവം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്നത് അരൂപിയുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നീട് കുറേ അവസരങ്ങളിലും കൂടി ഇതുപോലെയുള്ള അനുഭവം ഗന്ധത്തിൻ്റെ മേഖലയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെയൊക്കെ സാന്നിധ്യം പ്രാർത്ഥനയിലുണ്ടാകുമ്പോൾ നല്ല സുഗന്ധ അഭിഷേകം ഉണ്ടാകാറുണ്ട്. നിങ്ങൾ അനേകർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. നല്ല പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രത്യേക രീതിയിലുള്ളൊരു മുല്ലപ്പൂവിൻ്റെ മണം നമുക്ക് അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാകും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട് പല അവസരങ്ങളിൽ. ജപമാല പ്രദക്ഷിണം നടത്തിക്കൊണ്ട് പോകുമ്പോൾ, ജപമാല ചൊല്ലി വണ്ടി യാത്ര ചെയ്യുമ്പോൾ, തൊടുപുഴയുള്ള കരുണയുടെ മാതാവിൻ്റെ കപ്പേളയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടുള്ള പല അവസരങ്ങളിൽ മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ മാതാവിൻ്റെ സാന്നിധ്യ സുഗന്ധ അഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റു ചില അവസരങ്ങൾ തിന്മയുടെ അരൂപയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു വക കട്ടൻ ബീഡിയുടെ വല്ലാത്ത മണം, അങ്ങനെയൊക്കെയുള്ള അനുഭവിക്കാനുള്ളതുണ്ട്. അപ്പോൾ സ്നേഹമുള്ള സഹോദരൻ, ഇത് പറയുന്നത് ഈ ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളെന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ സെഷനിൽ പറയുകയാണ്, ഇതൊരു വേണ്ടാത്ത വിഷയമല്ല.
നമ്മുടെ ജീവിതം ആത്മീയ ലോകവുമായിട്ട് നേരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആത്മീയതയുടെ ജീവിതമെന്ന് പറയുന്ന ഒരു 2D എക്സ്പീരിയൻസ് അല്ല, ഒരു 3D എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് പറ്റും. 2D എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, സാധാരണ ഒരു സിനിമയെ കാണുമ്പോൾ നമ്മൾ സ്ക്രീനിലാണ് രംഗങ്ങളിങ്ങനെ കാണുന്നത്, സിനിമയിൽ രംഗങ്ങളൊക്കെ. 3D സിനിമയിൽ നമുക്കറിയാം സ്ക്രീനിലുള്ള കാര്യങ്ങൾ നമ്മിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. അത് യഥാർത്ഥമല്ല, തോന്നൽ മാത്രമാണ്. എന്നാൽ ലൈഫിൽ ആത്മീയ ലോകം നമ്മുടെ ജീവിതത്തിലേക്ക് നിരന്തരം ഇടപെട്ട് നിൽക്കുന്നതാണ്. ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. വിശുദ്ധരുടെ എല്ലാ ജീവിതങ്ങൾ ഈ ആത്മീയതയുടെ 3D അനുഭവമുള്ളതാണ്. ഈശോ വരുന്നു, സംസാരിക്കുന്നു, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നു, ശുദ്ധികര ആത്മാക്കൾ വന്ന് പ്രാർത്ഥന ചോദിക്കുന്നു, പൈശാചിക അരുവികൾ വന്ന് ശല്യപ്പെടുത്താനായിട്ട് വരുന്നു, വിശുദ്ധർ വന്ന് ഇടപെടുന്നു. ഇങ്ങനെ എന്തുമാത്രം അനുഭവങ്ങളാണ് നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ജീവിച്ച് കടന്നുപോയ നമ്മുടെ അൽഫോൻസാമ്മയും എബ്രാസ്യാമ്മയും മറിയം ത്രേസ്യായും ഒക്കെ ഉൾപ്പെടെയുള്ള വിശുദ്ധർ പങ്കുവച്ചിരിക്കുന്നത്. അതൊന്നും നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റുന്ന അനുഭവങ്ങളല്ല. എബ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ എന്തുമാത്രം സംഭവങ്ങളാണ്, മറിയം ത്രേസ്യായുടെ ജീവിതത്തിൽ എന്തുമാത്രം സംഭവങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ ഈശോ സംസാരിക്കുന്നതായിട്ട് അൽഫോൻസാമ്മ തന്നെ പങ്കുവെക്കുന്ന പല സംഭവങ്ങൾ റോമുളസൻ എഴുതിയ അൽഫോൻസാമ്മ അഥവാ സ്നേഹബലി എന്നുള്ള ഏറ്റവും ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാ വിശുദ്ധരുടെ അനുഭവങ്ങളും ഇങ്ങനെ തന്നെയാണ്. ബൈബിളിലേക്ക് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബൈബിൾ മുഴുവനും ആത്മീയതയുടെ 3D അനുഭവങ്ങളല്ലേ പങ്കുവെക്കുന്നത്. അബ്രാഹത്തിൻ്റെ പക്കൽ മാമരുടെ ഓക്കുമരത്തോപ്പിൽ ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ദൈവം കാണപ്പെട്ടു. അങ്ങനെ 3 പേര് വന്ന് സംസാരിക്കാനായിട്ട് വരുന്നു. അപ്പോൾ അബ്രാഹം അവർക്ക് ഭക്ഷണം ഒരുക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു 3D അനുഭവമാണ്. ദൈവം എന്ന് പറയുന്നത് അങ്ങ് അകലെ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവം അല്ല, ഇറങ്ങി വന്ന് ഇടപെടുന്ന സംസാരിക്കുന്ന ദൈവം. മോശ മുൾപ്പടർപ്പിൽ ആട് മേച്ച് നടക്കുമ്പോൾ ഹോറയോ മലയിൽ മുൾപ്പടർപ്പിൽ കത്തുന്ന മുൾപ്പടർപ്പ് കണ്ട് കയറി ചെല്ലുമ്പോൾ ദൈവം സംസാരിക്കുക. ദൈവം ഇങ്ങനെ ഇറങ്ങി വന്ന് മോശയോട് ഇടപെടുകയാണ്, മോശയോട് സംസാരിക്കുകയാണ്. മോശ കയറി ചെന്ന് തമ്പുരാൻ പറയണ്ട, നീ കാലിൽ ചെരുപ്പ് അഴിച്ച് മാറ്റിയോടെ കയറാവുള്ളൂ, ഇവിടെ ചവിട്ടാവുള്ളൂ, ഇത് വിശുദ്ധമാണ് ഈ സ്ഥലം. അങ്ങനെ അങ്ങോട്ട് പിന്നെ സീനാ മലമുകൾ ദൈവം ഇറങ്ങി വരുന്നു. ജനമെല്ലാം ഭയന്ന് വിറച്ച് അങ്ങനെ പെരുമാറുന്ന സംഭവം നമുക്കറിയാം. യാക്കോബ് ഗോവണി സ്വപ്നത്തിൽ കണ്ടിട്ട്, ഗോവണി സ്വർഗ്ഗത്തോളം വരുന്ന ഗോവണി കണ്ടിട്ട് ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്, ബഥേൽ എന്ന് പേരിടുന്നു. അങ്ങനെ അങ്ങോട്ട് എന്തുമാത്രം സംഭവങ്ങളാണ് നമുക്ക് ഈ സ്വർഗം ഇറങ്ങി വരുന്ന പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലെല്ലാം. ഈശോ താബോർ പ്രാർത്ഥിക്കാനായിട്ട് 3 പേരെ കൂട്ടിക്കൊണ്ട് നമുക്കറിയാം, പത്രോസ്, യോഹന്നാൻ, യാക്കോബും. പക്ഷേ പ്രാർത്ഥനയുടെ അവസരത്തിൽ നമ്മൾ കാണുന്നത് വേറെ 3 പേരെ കൂടി 6 പേരെ ഈശോയ്ക്ക് ഒപ്പം ഉള്ളത്. മോശ, ഏലിയ വന്ന് സംസാരിക്കുകയാണ്. ദൈവമായ പിതാവിൻ്റെ സാന്നിധ്യം കനത്ത മേഘത്തിൽ ദൈവം ഇറങ്ങി വരുന്നു, സംസാരിക്കുന്നു. അപ്പസ്തലന്മാർ കേൾക്കുന്നു, ഇവൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. പിന്നെ നമുക്കറിയാം ജെറുസലേമിൽ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇടിമുഴക്കമുണ്ടായി, ഒരു സ്വരം സംസാരിച്ചു. അപ്പോൾ ഈശോ പറയും, ജനങ്ങൾ പേടിച്ചു, ഇടിമുഴക്കമുള്ള സ്വരം. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി സ്വരമുണ്ടായത്. അങ്ങനെ എത്രയോ അവസരത്തിൽ ഈശോ ഗെത്സമേനിൽ പ്രാർത്ഥിക്കും, മാലാഖ വന്ന് ശക്തിപ്പെടുത്തി. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ കുർബാനക്രമത്തിൽ എത്രയോ പ്രാവശ്യമാണ് സീറമലത്തിൽ ഇപ്പോൾ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവർ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഇത് ക്രോവേ മാലാഖമാർ, സാപ്പന്മാർ ചുറ്റും നിൽക്കുന്ന കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ കർത്താവിൻ്റെ തിരുശരീരങ്ങളെ വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. ശുശ്രൂഷ എത്ര പ്രാവശ്യം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സ്നേഹമുള്ള സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു 3D അനുഭവം ഞാൻ പങ്കുവെച്ചത്, ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞൊരു ദുർഗന്ധത്തിൻ്റെ അനുഭവം അല്ല സുഗന്ധത്തിൻ്റെ അനുഭവം. ഇത് നമ്മളുടെ ജീവിതത്തിൽ വെറും ഭൗതിക മേഖല മാത്രമുള്ള ഇന്ദ്രിയങ്ങളുടെ തലം അതുമായിട്ട് തീർന്നു പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. ആത്മീയ തലത്തിലേക്ക് നമ്മുടെ ജീവിതം വിശ്വാസത്തിൽ തുറക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മോടൊപ്പം നിരന്തരമായിരിക്കുന്ന ദൈവം, ആത്മീയ ലോകത്തിലെ മാലാഖമാർ, വിശുദ്ധർ, പൈശാചിക അരൂപികൾ, അശുദ്ധാത്മാക്കൾ ഇതുമായിട്ടെല്ലാം ഇടപെട്ട് അവയ്ക്കെല്ലാം ഇടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച്, ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ച് അതിൽ പോരാട്ടം നടത്തിക്കൊണ്ട് മുന്നേറേണ്ടതാണ് നമ്മുടെ വിശ്വാസ ജീവിതം. കാണപ്പെടാത്തവയുണ്ട്, പ്രത്യാശിക്കുന്നത് ലഭിക്കുക. ഹെബ്രായർ 11-ാം അധ്യായം വായിക്കുന്നുണ്ട്. മോശയെക്കുറിച്ച് പറയുന്നില്ലേ, അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ മോശ തൻ്റെ ശുശ്രൂഷ ജീവിതം നടത്തിയത് അങ്ങനെയാണെന്നാണ് ഹെബ്രായർ 11 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ആത്മീയ കാഴ്ചപ്പാട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ
പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.